ഇതാണ് ദാവൂദ്. വെറും ദാവൂദ് അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഉന്നത കമ്മിറ്റിയിലെ അംഗം ദാവൂദ്. ഇനി ഇയാൾ എങ്ങനെ തീരുമാനമെടുക്കുന്നതെന്നറിയാമോ? അബുൽ ആല മൗദൂദി എന്ന പഴയ ഹൈദരാബാദ് നാട്ടുരാജ്യത്തിൽ ജനിച്ച, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മതേതരമാകുമെന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ പോയി അവിടെ നമ്മൾ ഇന്ന് കാണുന്ന താലിബാന് സമാനമായ രാജ്യമുണ്ടാക്കാൻ പോയ മൗദൂദി ഇല്ലേ, ആ മൗദൂദി പറയുന്നത് പോലെ മുസ്ലിങ്ങൾ ജീവിക്കണമെന്ന് തീട്ടൂരമിറക്കുന്ന ഉന്നത കമ്മിറ്റിയിലെ അംഗം. മൗദൂദി അത്ര ചെറിയ പുള്ളിയൊന്നുമല്ല. നിങ്ങൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന കലാപത്തിന്റെ വാർത്തകൾ കാണുന്നില്ലേ? ആ കലാപങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇതേ മൗദൂദിയുടെ അനുയായികളാണ്, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി പാർട്ടിക്കാർ. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഇവന്മാർ നടത്തിയ കൂട്ടക്കൊലകൾ ആഗോളതലത്തിൽ തന്നെ കുപ്രസിദ്ധമാണ്. അതുപോലെ ഈജിപ്തിലെ ഹസൻ അൽ ബന്ന എന്ന തീവ്രവാദി ഉണ്ടാക്കിയ മുസ്ലിം ബ്രദർഹുഡും ഇതേ മൗദൂദിയൻ ആശയം പിൻപറ്റിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഉണ്ടാക്കിയ സംഘടനയിലെ മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഉന്നത കമ്മിറ്റിയിലെ അംഗമാണ് ഈ ദാവൂദ്. എന്ത് മാന്യനായ ആളാണല്ലേ. മൗദൂദിയുടെ പ്രശസ്തമായ ഒരു ഡയലോഗാണ്, ഈ മതേതരത്വം എന്ന വാക്ക് സായിബ് ഉണ്ടാക്കിയത് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്ന്. അതായത് നമ്മുടെ ജനാധിപത്യവും മതേതരത്വവുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശത്രുക്കളെന്ന്. അവർ ഈ നിലപാട് പരസ്യമായി ഇപ്പോഴും പറയാറുണ്ട്. എന്തിന്, പുസ്തകമായി വരെ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുമുണ്ട്. ഇതാണ് ദാവൂദിന്റെ രഹസ്യമായ ഐഡന്റിറ്റി. പക്ഷെ പുറമേക്ക് ഇയാൾ ഒരു മാപ്രയാണ്. വെറും മാപ്രയല്ല, മുതിർന്ന മാപ്ര. രാത്രി ഒരു 9:30 ആകുമ്പോൾ ദാവൂദ് എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഉന്നത കമ്മിറ്റിയിലെ അംഗം അവരുടെ ചാനലിന്റെ ഒരു ഇരുട്ടുമുറിയിൽ വന്നിരിക്കും. എന്നിട്ട് ഓരോ വിഷയത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വീക്ഷണങ്ങൾ അങ്ങ് പറയും. ആ വീക്ഷണങ്ങളെല്ലാം ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന CPM-നെതിരെ ആയിരിക്കും. അല്ലാതെ ഒരക്ഷരം പോലും ഇയാളുടെ വായിൽ നിന്നും വരില്ല. ദാവൂദിന്റെ മാത്രമല്ല, അയാളുടെ നേതാവ് മൗദൂദിയുടെയും എക്കാലത്തെയും വലിയ ശത്രു കമ്മ്യൂണിസമാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ എന്നും ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ 1% പോലും പിന്തുണയില്ലാത്തവരാണ് ഈ മൗദൂദിയും അയാളുടെ ജമാഅത്തെ ഇസ്ലാമിയും. കാരണം ഇവരുടെ തീവ്രവാദ ആശയം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നത് തന്നെ. ഇവർ സംഘപരിവാറിനെതിരെ നടത്തുന്ന വിമർശനം പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ജമാഅത്തെ ഇസ്ലാമിയുടെ വലയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണ്. അല്ലാതെ സംഘപരിവാറിനോട് എന്തെങ്കിലും ദേഷ്യമുള്ളതുകൊണ്ടല്ല. ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രകടനം ഗുണം ചെയ്തത് സംഘപരിവാറിനാണ്. അത് പറഞ്ഞത് CPM അല്ല, മുസ്ലിം ലീഗാണ്. ആ സംഘടനയുടെ ഉന്നത സമിതിയിലെ അംഗമാണ് ഈ ദാവൂദ്. ഇനി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഇയാളെ മാധ്യമപ്രവർത്തകൻ എന്ന് വിളിക്കണമോ, അതോ മതേതരത്വവും ജനാധിപത്യവും അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഉന്നത കമ്മിറ്റി അംഗം എന്ന് വിളിക്കണോ?